ഉമർ റളിയല്ലാഹു അൻഹു ബുദ്ധി അല്ലാഹു മടക്കി തരുന്നു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു ഇദാ സഅലാനി, എന്നോട് അവർ രണ്ടാളും ചോദിക്കുകയാണെങ്കിൽ അഖൂലു റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹൊക്കെ തന്നെയാണ്. ഫമർ റബ്ബുകുമാ അൻതുമാ, നിങ്ങളെ റബ്ബാരാണ് എന്ന് ഞാൻ അറിയിക്കും എന്ന് നോക്കൂ. അപ്പൊ എല്ലാവർക്കും പേടിയില്ല. എല്ലാരും പഠിച്ചോനെ അല്ലാഹുവേ, എന്റെ ഉമറിന്റെ മഹത്വമാണ് ഈ പകലിലും ഞങ്ങൾ പറഞ്ഞത്. അല്ലാഹുവേ, ആ ഉമറിന്റെ കോന്തലയിലേക്കെങ്കിലും ഞങ്ങളെ കൂട്ടണമേ തമ്പുരാനെ, അങ്ങോട്ട് ഞങ്ങളെ കൂട്ടണമേ റബ്ബേ. ആ ഒരു തൗഫീഖ് കൊണ്ട് ഞങ്ങൾക്കും തൗഫീഖ് തരണം പഠിച്ചു. ഞങ്ങളെ ഖബറും നന്നാക്കണമേ തമ്പുരാനെ. മുഅ്മിനീങ്ങൾ പേടിയില്ല. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. ഫയഖുലാൻ, ഇത് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫയഖുലാൻ, ഈ രണ്ട് മലക്കുകളും പറയും കുന്നാ നഅലമു അന്നക തഖൂലു ഹാദാ, നീ ഇത് തന്നെയാണ് പറയാ എന്ന് ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം. എന്നാലും എന്നോട് ഒരു കടമ പോലെ ചോദിക്കണല്ലോ. ഫയുഫ്സഹു ലഹു ഖബറുഹു, പിന്നെ അവന് ഖബർ വിശാലമാക്കി കൊടുക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നല്ല ഹബീബായ നബി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂൽ പറയുന്നുണ്ട്, അപ്പോൾ ഫതഖൂലുൽ അർദു ലഹു, ഭൂമി അയാളോട് പറയും ഇൻ കുൻത ഹബീബൻ ഇലയ്യ വ അൻത അലാ ളഹ്രി, നീ ഭൂമിയുടെ മുകളിലായിരുന്ന നേരത്തെ എന്റെ വളരെ വലിയ സ്നേഹിതനാണ്. ഇപ്പോൾ ഭൂമിയുടെ അടിയിൽ വന്നിട്ട് ഞാൻ എങ്ങനെ നിനക്ക് സൗകര്യപ്പെടുത്താതെ തരാതിരിക്കുന്നത് എന്നാര് പറയും? ഭൂമി പറയൂ. ഇയാൾക്ക് വേണ്ടി ഒരിക്കലെന്നല്ല അന്നും പിറ്റേന്നും ഒക്കെ ഭൂമി ഇയാൾക്ക് വേണ്ടി കരയും. فما بكت عليهم السماء والأرض وما كانوا منظرين. ഒരാള് നല്ലൊരു മനുഷ്യനാണെങ്കിൽ ഹബീബാ റസൂൽ പറഞ്ഞു, ഫറോവയും മന്ത്രിമാരും ഒക്കെ മരിച്ചപ്പോൾ ആകാശവും കരഞ്ഞിട്ടില്ല, ഭൂമിയും കരഞ്ഞിട്ടില്ല. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബിയെ, ആരെങ്കിലും മരിച്ചാൽ ആകാശവും ഭൂമിയും ഒക്കെ കരയാറുണ്ടോ? മുസ്തഫ നബി പറഞ്ഞു, ഇദാ മാതൽ അബ്ദു സ്വാലിഹ്, സാലിഹായ മനുഷ്യൻ മരിച്ചാൽ ആകാശവും ഭൂമിയും അയാളുടെ മേൽ കരയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവേ, ആ മരണം ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ഫയുഫ്സഹു ലഹു ഖബറു, ഖബർ അയാൾക്ക് വിശാലമാക്കി കൊടുക്കും. ഒരഭിപ്രായം 70 ദിറാ, 70 ഫീ 70, 70, അതായത് അൻ യമീനിഹി വഅൻ ശിമാലിഹി വഅൻ വറായിഹി വഅൻ അമാമിഹി. 70 മുഴം മുന്നിലേക്ക്, പിന്നിലേക്ക്, വലത്തേക്ക്, ഇടത്തേക്ക്. എന്നാൽ മുഫസ്സിരീങ്ങളിൽ, മുഹദ്ദിസീങ്ങളിൽ ഒരു വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട അഭിപ്രായം ഇത് അതിനൽ ഈമാനുള്ളവന്റെ അവസ്ഥയാണ്. ഏറ്റവും താഴേക്കടയിലുള്ള ആളവസ്ഥ, ഉന്നതനായ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഫയുഫ്സഹു ലഹു ഖബറുഹു മദ്ദ ബസരിഹി, അയാളുടെ കാഴ്ച എത്തുന്ന ദൂരം അത്രയും അയാൾക്ക് ഖബർ അങ്ങോട്ട് വിശാലാക്കി കൊടുക്കും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, اللهم اجعلنا منهم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما إن كان من المقربين فروح وريحان وجنة نعيم. ഖബർ അങ്ങോട്ട് വിശാലമാക്കും. എന്നല്ല, ഖബറിന്റെ ഉള്ളിൽ സുഗന്ധ ചെടി ഉണ്ടാകും, സ്വർഗീയ തോട്ടങ്ങൾ ഉണ്ടാകും. ഫറൗഹും വറൈഹാനുൻ വജന്നത്തു നഈം. അല്ലാഹു തആല അതൊക്കെ ചെയ്തു കൊടുക്കും. അല്ലാഹു അതൊക്കെ നിസ്സാരമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഫയഖൂലു, അപ്പോൾ അയാൾ പറയും, യുനവറു ലഹു ഫീഹി, ഖബർ അയാൾക്ക് വെളിച്ചമാക്കി കൊടുക്കും. എന്നിട്ട് യുഖാലു ലഹു, അവനോട് പറയപ്പെടും, നം കന്നൗമത്തിൽ അറൂസ്, ഇനി പുതിയാപ്പള ഉറങ്ങും പോലെ നീ ഉറങ്ങിക്കോ എന്ന് പറയും. ഹത്താ യബ്അഥക അഹബ്ബു അഹ്ലിക, ഏറ്റവും നല്ല ആള് വന്ന് നിന്നെ പിടിച്ചുണർത്തും, നല്ലതിലേക്ക് ഉണർത്തും. പുതിയാപ്പളയെ ഉറക്കും പോലെ, സൽക്കാരത്തിന് ചെന്ന പുതിയാപ്പളയെ ഉറക്കും പോലെ, നമുക്ക് നൗമത്തിൽ അറൂസ്, പുതിയാപ്പള ഉറങ്ങും പോലെ ഉറങ്ങിക്കോന്ന് അവനോട് പറയപ്പെടും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.
അല്ല അല്ലദീ ലാ യൂഖിലുഹു ഇല്ലാ അഹബ്ബു അഹ്ലി, ഏറ്റവും നല്ല ആളല്ലാതെ അല്ലദീ ലാ യൂഖിലുഹു ഇല്ലാ അഹബ്ബു അഹ്ലിഹി, ഏറ്റവും നല്ല ആളല്ലാതെ വിളിച്ചുണർത്തുകയില്ല. ആ രൂപത്തിൽ അയാൾക്ക് ഉറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും എന്നാണ്. ഇനി വൈദാകാന മുനാഫിഖാ, ഈ മനുഷ്യൻ മുനാഫിഖാണെങ്കിലോ ഇയാൾ ദുനിയാവിന്റെ ചെന്ത് പറഞ്ഞിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കപട വിശ്വാസിയാണ്. എങ്കിലോ അല്ലാഹു തആല നമ്മെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിഫാഖ് തന്നെ പല ജാതിയാണ്. അമലിനെ ഈ വിശ്വാസവുമായി ബന്ധപ്പെടാതിരിക്കൽ ഒരു വലിയ ഏറ്റവും വലിയ നിഫാഖാണ്. അല്ലാഹു കാക്കട്ടെ. അതായത് ഈ അല്ലാഹ് ഉണ്ടെന്നൊക്കെ അറിയാം, പക്ഷെ എന്ത് ചെയ്യൂല? നിസ്കരിക്കൂല. അല്ലാഹ് ഉണ്ടെന്നറിയാം, നിസ്കരിക്കൂല. അല്ലാഹ് ഉണ്ടെന്നറിയാം, ഖുർആൻ ഓതൂല. കേട്ടോളൂ, ഉറങ്ങാനങ്ങോട്ട് കേൾക്കരുത്. തമാശ പറയല്ല, ഞാൻ ഓർമ്മയെന്ന് എടുത്ത് പറയാ. പരിശുദ്ധ ഖുർആനിൽ കേട്ടോളൂ, ഇത് കേട്ടോളൂ. ഈ ആയത്തിന്റെ വ്യാഖ്യാനം പറയാണ് ഞാൻ. സുമറിലാണ് ഈ ആയത്തുള്ളത്. എന്റെ ഖുർആനെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ അവന് ബുദ്ധിമുട്ടായ ജീവിതമാണ് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഈ ആയത്തും കൊണ്ട് സ്വഹാബികൾ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, അവന് ബുദ്ധിമുട്ടായ ജീവിതമാണെന്ന് പറഞ്ഞല്ലോ, എവിടെയാണ്? ഫഖാല ഇബ്നു അബ്ബാസ്, ഉടനെ ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഫീ ഖബ്രിഹി, ബുദ്ധിമുട്ടായ ജീവിതം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഖബറിൽ. അന്ത്യനാളിൽ അവന് കണ്ണുമുണ്ടാവില്ല. അപ്പോൾ അന്ത്യനാളിന് മുമ്പുള്ള ജീവിതമാണത്. ഏതാ അന്ത്യനാളിന് മുമ്പുള്ള ജീവിതം? അല്ലാഹു ആ ദിവസം നമ്മളെ നന്നാക്കി തരട്ടെ. മുനാഫിഖാണെങ്കിലോ അയാൾ പറയും, സമിഅതുൻ നാസ യഖൂലൂന, ജനങ്ങൾ ഇങ്ങനെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഫഖുൽതു മിസ്ലഹു, അവർ പറയും പോലെ ഞാൻ പറഞ്ഞു. ലാ അദ്രി, ഈ അല്ലാഹു ആരാന്ന് എനിക്കറിഞ്ഞുകൂടാ, ഈ മനുഷ്യൻ ആരാണെന്നും എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഫയഖുലാനി, ഈ രണ്ട് വന്ന മലക്കുകൾ പറയും, ഖദ് നഅലമു അന്നക തഖൂലു ഹാകദാ, നീ ഇങ്ങനെ പറയുമെന്ന് ഞങ്ങൾക്കറിയാം, നിന്നെ കണ്ടപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയും ബഹുമാനപ്പെട്ട മലായികത്ത് അലൈഹിമുസ്സലാത്തു വസ്സലാം. ഫയുഖാലുൽ അർളി ഇൽതൈമി അലൈഹി, അപ്പോൾ ഭൂമിയോട് പറയപ്പെടും, നീ ഭൂമിയെ അയാളെ ഒന്ന് പിടിച്ചു കൂട്ടേ ആദ്യത്തെ തവണ. അയാളുടെ ഭാര്യയല്ലുകൾ പരസ്പരം കൂടുന്നതാണ്. അതിലേക്ക് രണ്ട് മലക്കുകൾ ഉണ്ടെന്നതും മുങ്കർ നകീർ എന്നാണ് നാമം എന്നതും കണ്ടാൽ വിറക്കും രൂപമാണവർക്കുള്ളതും എന്നും ഹദീസിൽ തന്നെയാ പറയുന്നതും. നബിയേതാണ് ദീനും ഏതാ, ചോദ്യം ഇതാതിനുത്തരം ചെയ്യേണ്ടതാ. എനിക്കുള്ള റബ്ബല്ല അല്ലാഹു ജല്ല ജലാലുഹു, നബി മുസ്തഫ ദീന ഇസ്ലാം ദീനുഹു, നബി മുസ്തഫ ദീനിന്റെ ഇസ്ലാം ദീനുഹു. മറുപടി ഇതാ നൽകുന്നതെന്നാലെന്നും അതിരറ്റ സുഖമാ ജീവിതം പിന്നെന്നും സ്വർഗത്തിലേക്കൊരു വാതിലപ്പോൾ തന്നെ തുറക്കുന്നതാണെന്ന ഹദീസിൽ പൊന്നെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നത്, ഈ ബെയ്ത്ത് വീട്ടിലുള്ള ആളുകൾ, ഈ പാട്ട് വീട്ടിലുള്ള ആളുകൾ ഒന്ന് കൈയൊക്കി. 1 2 3 4 5 10 പഠിച്ചോനെ, എത്ര കുറച്ചാളുകളാണ്. എന്നാൽ എന്റെ കുട്ടിക്കാലത്ത് ഇതില്ലാത്തൊരു വീടുണ്ടായിട്ടില്ല, ഇതില്ലാത്തൊരു വീടില്ല. വളരെ കുറഞ്ഞ ആളപ്പൊ കൈവക്കിയത്. ഈ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യന്മാരാണല്ലോ നിങ്ങൾ. ഈ നാട്ടിൽ ഇപ്പോൾ മലബാറിലുള്ള ഏറ്റവും നല്ല മനുഷ്യന്മാരാണ്. കാരണം എന്തുകൊണ്ട്? സുബഹി നിസ്കരിച്ചിട്ട് ഓടി വരികയാണ്. എന്തിന്? പറയും എന്തിന്? ഖുർആൻ കേൾക്കാൻ വേണ്ടി വരിക, അള്ളാന്റെ കലാമിന് വേണ്ടി പാഞ്ഞു വരികയാ.
അതുകൊണ്ട് ഇന്ന് മലബാറിൽ ജീവിക്കുന്ന സാലിഹീങ്ങൾ തന്നെയാ. പക്ഷെ നമ്മുടെ അടുത്ത തലമുറയുടെ കാര്യം എന്താ? ഈ ബെയ്ത്ത് കേൾപ്പിച്ചിട്ട് മനോഹരമായി എന്നെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചിരുന്നു എന്റെ വല്യമ്മ. എന്നിട്ട് വല്യമ്മ പൊട്ടി പൊട്ടി കരയുന്നത്, വല്യമ്മക്ക് സംസാരിക്കാൻ കഴിയാതെയാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അനുഭവം തഴവന്റെ ബെയ്ത്തെടുത്ത വല്യമ്മാൻ ഓർമ്മ. വല്യമ്മ അങ്ങനെ കണ്ണു തുറക്കും, കണ്ണട ഇടക്കിടക്ക് കണ്ണടച്ചിട്ട് കണ്ണു തുറക്കും, എന്നെ കൊണ്ട് പാടിപ്പിക്കും. കേട്ടിരിക്കാൻ വേണ്ടി പണ്ഡിതനായ ഒരു ആലിമായ അമ്മാവൻ എനിക്കുണ്ടായിരുന്നു. അമ്മാവൻ ഒഴിവുള്ള ദിവസം വന്നിട്ട് അടുത്തിരിക്കും, എന്നെ കൊണ്ട് പാടിപ്പിക്കും, എന്നിട്ട് വ്യാഖ്യാനം പറയിപ്പിക്കും. ഞാൻ അബദ്ധം പറഞ്ഞാൽ അപ്പോ അമ്മാവൻ തിരുത്തും. വല്യമ്മ ഇരുന്നിട്ട് ഇങ്ങനെ കരയിച്ചു. ഇത് എന്റെ വല്യമ്മയുടെ മാത്രം കഥ പറയുകയല്ല, ഇങ്ങനെയുള്ള ആയിരക്കണക്കായ സാലിഹീങ്ങളാണ് ഈ സംസ്കാരം ഇവിടെ പടുത്തുയർത്തിയിട്ടുള്ളത്. നമ്മള് അല്ലേ, നിങ്ങളുമ്മ അല്ലേ, എങ്ങനെ പറഞ്ഞേക്ക് നിങ്ങൾ പറയും സമദ് മൗലവിയെ, നിങ്ങൾ പറയും എത്ര? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. വീട്ടിലേക്കുള്ളതല്ല, ഉമ്മാക്ക് വേറെ ഖാസായി സ്വന്തമായിട്ടൊന്നും ഉമ്മാനായിരുന്നുണ്ടായിരുന്നു. പിന്നെ അവരെങ്ങനെ നന്നാവാതിരിക്കുക, നമ്മളെങ്ങനെ നന്നാവുക? അല്ല, പിന്നെ അവരെങ്ങനെ നന്നാവാതിരിക്കുക? ഇത് കറിയില്ലേ നിങ്ങൾ റബ്ബേടെ നബിയേതാണ്, ദീനും ഏതാ? ചോദ്യം ഇതാനുത്തരം ചെയ്യേണ്ടതാ. എനിക്കുള്ള റബ്ബല്ലാഹു ജല്ല ജലാലുഹു, നബി മുസ്തഫ ദീനിന്റെ ഇസ്ലാം ദീനുഹും. മറുപടി ഇതാ നൽകുന്നതെന്നാലെന്നും അതിരറ്റ സുഖമാ ജീവിതം പിന്നെന്നും. സ്വർഗത്തിലേക്കൊരു വാതിലപ്പോൾ തന്നെ തുറക്കടച്ചോനെ. ഇതൊക്കെ പാടിച്ച് കേട്ടിട്ട് എന്റെ വല്യമ്മ കരയണത് ഞാൻ കേട്ടിട്ടുണ്ട്. പഠിച്ചോനെ, ആ ഖബർ അങ്ങനെ ആക്കി കൊടുക്കണം. മുഅ്മിനീങ്ങളെ വളരെ വളരെ ചിന്തിക്കണം. ഇതില്ലല്ലോ. ഏത് വീട്ടിലായിരുന്നത്? അതേത് കിതാബ്, കണക്ക് വ്യക്തമായി, പേജ് നമ്പർ, ഏത് കിതാബ് വളരെ കൃത്യമായി. വലിയ ഫഖീഹായിരുന്നു, വലിയ ആരിഫായിരുന്നു. കഴിഞ്ഞതിന്റെ രണ്ടാമത്തെ കൊല്ലം, കഴിഞ്ഞതിന്റെ മുകളിലെ കൊല്ലം ഈ മനുഷ്യന്റെ ഖബർ ഞാൻ പോയി കണ്ടു. അതാ വലിയ രസം, അതാ വലിയ രസം. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ ഭാവിട്ടുണി കരയേണ്ടതാ എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഖബർ ഞാൻ പോയി കണ്ടു. നിന്റെ ഖബർ നിങ്ങൾ കാണും. അല്ലാഹുവേ, നമ്മളൊക്കെ കാക്കണമേ തമ്പുരാനെ. മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കണം. ഈ ഇരിക്കുന്ന തങ്ങൾ പാപ്പ എന്നെ പെരുമുഖത്തേക്ക് വാതിന് കൊണ്ടുപോയി, പെരുമുഖം മഹലിലേക്ക് ഒരു വാതിന് കൊണ്ടുപോയി. വാല് പറയാൻ വേണ്ടി എണീറ്റ് നിന്നപ്പോൾ കണ്ണിന്റെ മുന്നിൽ കോയ മുസ്ലിയാരുടെ ഖബറും. മനസ്സ് പതറിപ്പോയി. കാരണം കോയ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട MK കോയ മുസ്ലിയാർ നൽകട്ടെ, എന്തേന്ന് ഓമന പേര് പറഞ്ഞിരുന്നത്? കുട്ടിമാനല്ലേ? കുട്ടിമാൻ എന്ന് പറഞ്ഞിരുന്നു ആളുകൾ. കുട്ടിമാൻ തന്നെയായിരുന്നു. അത് വല്ലാത്തൊരു മനുഷ്യനെ, വല്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ള ഈ വെളിച്ചത്തിന്റെ ഒരു ഉത്തരവാദി ആ മനുഷ്യനാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു. അമേരിക്കയിലെ കഥ പറഞ്ഞ പ്രാസംഗികന്മാരൊന്നും ആയിരുന്നില്ല അവർ പഠിച്ചവരെ പേടിക്കുന്ന വാക്ക് പറഞ്ഞവരായി. അവരെ വാക്ക് കേട്ടിട്ട് പൊട്ടിക്കരയാത്ത മനുഷ്യരില്ല. അവരെ വാക്ക് കേട്ട് മുഴുവൻ കരഞ്ഞുപോയി. ഞാൻ പെരുമുഖ മഹലിലേക്ക് എന്നെ വാതിന് കൊണ്ടുപോയി. നേരെ കണ്ണിന്റെ മുന്നിൽ കോയ മുസ്ലിയാരെ ഖബർ. മനസ്സിങ്ങനെ വേദനയായി. റബ്ബേ, ഒരു കാലം ആയിരക്കണക്കായ സദസ്സിൽ ഖബറിനെ പറ്റി പറഞ്ഞ് പേടിപ്പിച്ച മനുഷ്യൻ ഇപ്പോൾ ആ മനുഷ്യൻ ഖബറിന്റെ ഉള്ളിലാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു. മറുപടി ഇതാ നൽകുന്നതെന്നാലെന്നും അതിരറ്റ സുഖമാ ജീവിതം പിന്നെന്നും. സ്വർഗത്തിലേക്കൊരു വാതിലപ്പോൾ തന്നെ തുറക്കുന്നതാണെന്ന ഹദീസിൽ പൊന്നെ. ഇത് കേട്ട് മനുഷ്യൻ നന്നാവില്ലേ? നമ്മൾ ഈ മാപ്പിള കലയെ നശിപ്പിച്ചില്ലേ? മാപ്പിള സാഹിത്യത്തിന്റെ ചേരുവ ഹൃദയമായിരുന്നു.
ഞാൻ വരാം. എ വി മുഹമ്മദ് സാഹിബിന്റെ ഒരു പാട്ടുണ്ട്. ആ പാട്ടൊക്കെ കേട്ട് എത്ര ആള് നന്നായിട്ടുണ്ടാവും. ഞാൻ വരാ ഭാഗത്തേക്ക് ഇല്ലേ, എത്ര ആള് നന്നായിട്ടുണ്ടാവും. പഠിച്ചോനെ പേടിയുള്ള മനുഷ്യന്മാരായിരുന്നു. അതൊക്കെ തമാശനായിരുന്നില്ല, അള്ളാനെ പേടിയുള്ളവരായിരുന്നു. ഒരേ രംഗത്ത് അള്ളാനെ പേടിച്ചവരായിരുന്നു. വളരെ ചിന്തിക്കണം. നോക്കുണി ഇനി പറയാ, സ്വർഗത്തിലേക്കൊരു വാതിലപ്പോൾ തന്നെ തുറക്കുന്നതാണെന്ന ഹദീസിൽ പൊന്നെ. നീ നല്ല വാക്ക് പറഞ്ഞാൽ ഉടനെ സ്വർഗത്തിലേക്ക് വാതിൽ തുറന്നേരും. ഇനി നോക്കൂ അടുത്ത വാക്ക്. ഇനി കേട്ടോ അടുത്ത വാക്ക്. ഇത് 7 ദിവസം നീണ്ടു നിൽക്കും എന്ന് സുബ്ഹീമാമും വ്യക്തമായി പറയുന്ന. ചോദ്യം ഒരു മിനിറ്റല്ല, 7 ദിവസം ചോദ്യം ഉണ്ടാവും. 7 ദിവസം ചോദ്യം. മനസ്സിലായില്ല? മൻ റബ്ബുക വമൻ നബിയുക എന്ന ചോദ്യത്തിന്റെ തുടക്ക ഭാഗം മാത്രമാണ് നമ്മളെ കേൾപ്പിച്ചിട്ടുള്ളത്. അത് മാത്രമൊന്നുമല്ല, ചോദ്യമുണ്ടാകും. ജീവിതമാസകലമുള്ള സകല കാര്യങ്ങളെയും ചോദ്യമുണ്ടാകും. ആ ചോദ്യത്തിന്റെ തുടക്കമാ പറഞ്ഞത്. അത് എത്ര ദിവസം ഉണ്ടാകും? 7 ദിവസം ഉണ്ടാകും. അതാണ് 3, 7 എന്ത് ചെയ്യും? ദലീൽ ചെല്ലും. ഫഅലമന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതൊക്കെ വലിച്ചെറിഞ്ഞു. എല്ലാം നന്ദി വലിച്ചു. ഒന്നിനും വിശ്വാസമല്ല. പറഞ്ഞല്ലോ. ഇതാരാ പറഞ്ഞത്? ഇതാരെങ്കിലും ആണോ പറഞ്ഞത്? ഇതാരാ പറഞ്ഞത്? ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ. എന്ത്? ഇസ്ലാമിന് വിരുദ്ധരായ ആളുകൾ മുസ്ലിമീങ്ങളെ പേടിപ്പിച്ചപ്പോഴാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഹദ്ദാദ് ഓടിക്കോളൂ എന്ന് ജനങ്ങളോട് പറഞ്ഞത്. അതോടുകൂടി ജനങ്ങൾ മുസ്ലിമീങ്ങളെ പേടിക്കാൻ തുടങ്ങി. കോളറ ഉണ്ടായപ്പോഴാണ് പരിഹാരമുണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് പൊന്നാനിയിൽ ചെന്നത്. അവിടുന്ന് മഖ്ദൂം മങ്കൂസ് മൗലൂദുണ്ടാക്കി. ഒക്കെ ഒഴിവാക്കി. ഇവിടുന്ന് ഹജ്ജിന് പോയ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഖി പോലും അവസാനത്തെ ദിവസം പോലും എന്താണ് മങ്കൂസ് മൗലൂദ് ഓടിയിട്ടല്ലേ ഹജ്ജിന് പോയത്? അത് കണ്ടവരിന്നും കൊയിലാണ്ടിയിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ. വളരെ ചിർത്തകബതു അലൽ ഖതാ വൈറ ഹസ്രിൻ വഅദദ് ലകശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കുറ്റമെന്ന വാഹനത്തിൽ അറ്റമില്ല കേറി ഞാൻ തങ്ങളോട് അന്യായമായി സയ്യിദി ഖൈറൻ നബി. ഇതൊക്കെ പാടുന്ന വീടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞു. മനസ്സ് വേദനിക്കാണ്. ആകെയുള്ള നട്ടത്തിന്റെ കാരണം മനുഷ്യ പഴമ നശിപ്പിച്ചു കളഞ്ഞതാണ്. പഴമ പോലെ മുസ്ലിമീങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ട ഒന്നുമില്ല. അത് ഗൾഫ് പണത്തിന്റെ പ്രസരിപ്പിൽ നഷ്ടപ്പെട്ടു പോയതുമാണ്. ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽമാൽ. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഒരു ദിവസമാണോ ചോദ്യം? അല്ല, ഇത് 7 ദിവസം നീണ്ടു നിൽക്കും എന്ന് സുബ്ഹീമാമും വ്യക്തമായി പറയുന്ന. അല്ലാഹുവേ, അവനെ തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. മനുഷ്യരെ ഇതൊന്ന് ചിന്തിച്ചൂടെ? ഭയങ്കരല്ലേ ഈ പറഞ്ഞ വാക്ക്? ഇത്ര മനുഷ്യനെ മാറ്റിയ ഒരു ഉറുതി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിനക്കുള്ള റബ്ബാരെന്ന് ചോദിക്കുന്നതാ ഇബ്ലീസുടൻ തന്നവിടെ വെളിവാകുന്നതാ. ഞാൻ എന്നു പറയാനും അവൻ ചൂണ്ടുന്നതാ. എന്നുള്ളതും സുഫിയാൻ അവർ പറയുന്നതാ. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് എടുത്തിട്ട് താഴെ രേഖപ്പെടുത്തുകയാണ്. അവിടെ ആ ഖബറിൽ ഇബ്ലീസ് ഹാജരാകും. അവൻ പറയും, എന്റെ റബ്ബാരാന്ന് ചോദിച്ചാൽ അവൻ പറയും, നോക്ക് നിനക്കുള്ള റബ്ബാരെന്ന് ചോദിക്കുന്നതാ. ഇബ്ലീസുടൻ തന്നെ അവിടെ വെളിവാകുന്നതാ. ഞാനെന്നു പറയാനും അവൻ ചൂണ്ടുന്നതാ. എന്നുള്ളതും സുഫിയാൻ അവർ പറയുന്നതാ.
മുസ്ലിമീങ്ങളെ വളരെ ചിന്തിക്കണം. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അനിൽ ബറാഇ ഇബ്നു ആസിബ് ഖാല ഖറജ്നാ മഅൻ നബി ഫീ ജനാസ. ഞങ്ങൾ ജനാസയിൽ, ഞാൻ ഉദ്ദേശാർത്ഥം പറയാം, ശ്രദ്ധിക്കണം. ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സ്വഹീഹിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അബൂ ദാവൂദ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ ചിന്തിക്കണം. ബറാഇ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു തൊട്ട് ഖറജ്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയോടുകൂടെ ജനാസയിൽ ഞങ്ങൾ പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ മറബ് ഖബറായിട്ടുണ്ടായിരുന്നില്ല. അവിടെ എല്ലാവരും ഇരുന്നു, പുണ്യനബിയും ഇരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂൽ ഞങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇന്നൽ മുഅ്മിന യറുദ്ദു റൂഹുഹു ഇലൽ ഖബ്രി ഫയതീഹി മുൻകറുൻ വനകീറുൻ ഫയുസീറാനിൽ അർള വയുഫിഹിസാനിൽ അർള ബിഅശാരിഹിമാ. ഭയപ്പെടുത്തുന്ന രൂപത്തിലാണ് മുൻകർ നകീർ വരിക തന്നെ. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, പാട്ടിൽ പറഞ്ഞല്ലോ. ثم يقال له هذا من ربك فيقول ربي الله فيقولان صدقت. ആരാ നിന്റെ റബ്ബ് എന്ന് ചോദിക്കും. മുഅ്മിൻ നല്ല വാക്ക് പറയും. വമാ ദീനുക ഫയഖൂലു ദീനി അൽ ഇസ്ലാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിനാണ് അവർ കൊടുത്തത് തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അതും നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. ഇവിടെയൊക്കെ വന്നിട്ട് ഈ വെളിച്ചത്തിന്റെ മഹത്വം പോയി പറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. പക്ഷെ ആ വെളിച്ചത്തിലേക്ക് ഇപ്പോഴും അവർക്ക് തൗഫീഖ് ഉണ്ടായില്ല. അതും ചിന്തിക്കണം, അതും ചിന്തിക്കണം. ഇവിടെ വന്നിട്ട് വെളിച്ചം പ്രസംഗിച്ചു പോകുന്നവരുണ്ട്. വെളിച്ചത്തിലേക്ക് വിളിക്കുന്നത് തന്നെ വെളിച്ചം സ്വീകരിക്കാൻ വേണ്ടിയാ. ഞാനിത് വളരെ കൃത്യമായി പറയാണ്. ലക്ഷ്യം അത് തന്നെ, വെളിച്ചം മനുഷ്യരിലേക്ക് എത്തുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ നിർബന്ധമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. പരിശുദ്ധ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. ഏറ്റവും സാലിഹീങ്ങളാണെങ്കിൽ യുഫ്സഹു ലഹു ഫീ ഖബ്രിഹി മദ്ദ ബസരിഹി. ഇനി കേട്ടോ, ഇനി ഇങ്ങോട്ട് കേട്ടോ. ഇത് പറയാൻ ഞാൻ ഈ ഹദീസ് വിവിധങ്ങളായ ഹദീസിന്റെ ഭാഗങ്ങളിലാണ് ഇതൊക്കെ വിവിധങ്ങളായ കാര്യങ്ങളുള്ളത്. ചില ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗങ്ങൾ ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് മൊത്തം ഹദീസ് ഇങ്ങനെ വായിച്ചു നോക്കിയാൽ എന്തെന്ന് മനസ്സിലാവുള്ളൂ. ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇവിടെ ഈ ഹദീസിൽ എന്താ ഒരു രൂപം പുതിയത് പറയാം. മലക്കിന്റെ ചോദ്യം കഴിഞ്ഞോ, വിശാലമായ ഒരു ലോകത്ത് അവനെ കിടത്തിയിരിക്കുകയാണ്. ആ നേരത്തെ അവന്റെ അടുക്ക് വരുന്നതാണ് റജുലുൻ ഹസനൽ വജഹി വജ്ഹി ത്വയ്യിബർ റീഹി ഹസനൽ സിയാബി. ശ്രദ്ധിക്കേ, നല്ല വസ്ത്രം ധരിച്ച, നല്ല മുഖലാവണ്യമുള്ള, നല്ല സുഗന്ധമുള്ള ഒരാൾ ഇയാളെ ഖബറിലേക്ക് കയറി വരും. അപ്പോൾ ഫയഖൂലു, ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ പറയും, ആരാണ് നീ? നീ ആരാണ്? നീ ആരാണ്? എന്തിനു വേണ്ടിയാണ് നീ എന്റെ ഖബറിലേക്ക് വന്നതെന്ന് ചോദിക്കും. ആ നേരത്തെ വന്ന മനുഷ്യൻ പറയും, അനഅമലുക സ്വാലിഹു, ഞാൻ നിന്റെ സാലിഹായ അമലാണ്. ഇനി എന്റെ സഹായത്തിന് വേണ്ടി ഈ ഖബറിൽ ഞാനുണ്ടാകുമെന്ന് പറയും ഈ വന്ന മനുഷ്യൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരിടത്ത് ഹബീബായ റസൂലുള്ള പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇന്നലെയോ മിനിഞ്ഞാന്നാണ് എന്റെ ഓർമ്മ, ഖബറിന്റെ ഖുർആന്റെ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, രാത്രി ഉറക്കൊഴിവാക്കിയ പറഞ്ഞല്ലോ. കയറി വന്ന ഒരാൾ പറയും, എന്റെ അനൽ ഖുർആനുല്ലദീ അസ്ഹർത ലൈലക വഅൽമഅത നഹാറക. പകലിൽ നീ ദാഹിച്ച് നടന്നതും രാത്രി നീ ഉറക്കൊഴിവാക്കിയതുമായ ഖുർആനും അമലുമാണ് ഞാൻ. അപ്പോൾ ഖുർആനുമാണ് അമലുമാണ്. പകൽ നീ ദാഹിച്ച് നടന്നു, അതെന്താ? നോമ്പ്. അല്ലാഹുമ്മ ജഅൽനാ സിയാമനാ സിയാമ സ്വായിമീൻ. അല്ലാഹുമ്മ ജഅൽ സിയാമനാ സിയാമ സ്വായിമീൻ. നോക്കൂ, അപ്പോൾ പിന്നെ അവന് വിശാലമായ സൗകര്യം ചെയ്യും. വഅമ്മൽ കാഫിറു ഫതുറദ്ദു റൂഹുഹു ഇലൽ ഖബ്രി ഫയതീഹി മുൻകറുൻ വനകീറുൻ യുസീറാനി ഫിൽ അർളി വഅസ്വാതുഹുമാ കറഅദിൽ ഖാസിഫീൻ. തമ്മാടിയെയും സത്യനിഷേധിയെയും ചോദ്യം ചെയ്യുന്ന മലക്കിന്റെ ശബ്ദം തന്നെ ശക്തമായ ഇടി പോലെയാകുമെന്ന് ഖാല റസൂലുള്ളാഹി. വലിയ ഇടി പോലെയായിരിക്കും അവരുടെ ചോദ്യം.
വഅബ്സാറുഹുമാ കൽബർഖിൽ ഖാതിഫി, ഇടിമിന്നു പോലെ ഉണ്ടാകും കണ്ണിന്റെ വെളിച്ചം. എന്നിട്ടോ അവനോട് പറയും മർറബ്ബുക ഫയഖൂലു ലാ അദ്രി ഫയുനാദി മിൻ ജാനിബിൽ ഖബില്ല ദറൈത ഫയദ്രിബാനിഹി ബിമർസബത്തിൻ മിൻ ഹദീദിൻ. ഇതാ അവനെ ഇരുമ്പിന്റെ ദണ്ഡ് കൊണ്ടടിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു യസ്മഉഹു യസ്മഉഹു അഹ്ലുസ് സമാഇ വൽ അർളി ഇല്ല സഖലൈനി. രണ്ട് വിഭാഗം ആളുകളല്ലാത്തവർ മുഴുവനും ഖബറിലെ ദണ്ഡനം കേൾക്കുന്നുണ്ട് എന്ന് ഖാല റസൂലുള്ളാഹി. നോക്കൂ, ഖബറിന്റെ ഭാഗത്ത് മൃഗങ്ങൾ തലയെടുത്ത് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഖബറിന്റെ ഭാഗത്ത് മൃഗങ്ങൾ തലയെടുത്ത് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്, ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഖബറിന്റെ അരികിലൂടെ പോകുമ്പോൾ മൃഗങ്ങൾ തലയെടുത്ത് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോ പുല്ല് തിന്നാൻ പോകുന്ന കാലി പെട്ടെന്ന് പുല്ലെടുത്തിട്ട് എന്തോ അങ്ങനെ ചെവിടോർത്തതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളെ വാപ്പാക്കൊരു കൃഷിഭൂമി ഉണ്ടായിരുന്നു, ഏകദേശം ഒരു ശ്മശാനത്തിനടുത്ത സ്ഥലത്ത്. എന്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണൊക്കെ. വളരെ ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എല്ലാവരും അയാളുടെ ആ ശിക്ഷ കേൾക്കുമ്പോൾ എല്ലാവരും യസ്മഉഹു അഹ്ലുസ് സമാഇ വൽ അർളി, ആകാശഭൂമിയിലുള്ളവർ മുഴുവനും അയാളെ ശിക്ഷിക്കുന്നത് കേൾക്കും. ഇല്ല സഖലൈനി, രണ്ട് വിഭാഗം ഒഴികെ. ഖാല റസൂലുള്ളാഹി. ഇത് നാളെ രാവിലെ ചെല്ലേണ്ട സ്ഥലമാണ് നാം ചിന്തിക്കുക. ഇത് നാളെയാണ്. ഇന്ന് നേരം വെളുത്തിട്ട് സ്വന്തം മരണം ഓർത്തവരൊന്ന് കൈവക്കി. ഇന്ന് നേരം വെളുത്തിട്ട് സ്വന്തം മരണം ഓർത്തവരുണ്ടെങ്കിൽ കൈവക്കി. ഞാൻ ഓർത്തിട്ടുണ്ട്. ഇന്ന് നേരം വെളുത്തിട്ട് സ്വന്തം മരണം ഓർത്തവർ അൽഹംദുലില്ലാ. നേരം വെളുത്ത കുറഞ്ഞ നേരത്തിനുള്ളിൽ നിങ്ങൾ ആൺകുട്ടികൾ തന്നെയാണ്. ആൺകുട്ടികളാണ്. പക്ഷെ വേറുള്ളവരും അങ്ങനെയാണോ? അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു ഇന്ന ഹാദിഹിൽ ഖുലൂബ. നല്ലത് കൈപൊക്കാൻ പറഞ്ഞാൽ കൈപൊക്കണം. വേറുള്ളവർക്ക് ഒരു പാഠത്തിന് വേണ്ടിയാണ്. അവിടെ റിയാ ഒന്നുമില്ല. കൈപൊക്കണങ്ങൾ നിങ്ങൾ ഇവിടെ പറഞ്ഞ കൈപൊക്കണം. കാരണം വേറുള്ളവർക്ക് ഒരു പാഠമാണ്. ഇന്ന് നേരം വെളുത്തിട്ട് എന്താണതൊക്കെ? മനുഷ്യരെ നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം മരണം. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്തൗ കമാ യസ്തൗൽ ഹദീദ്. ഇരുമ്പിന്റെ തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയങ്ങൾ തുരുമ്പ് പിടിക്കും. ഹൃദയങ്ങൾ നാശായി കൊണ്ടേയിരിക്കും ഓരോ ദിവസവും. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു എന്നാ പിന്നെ ഹൃദയത്തെ ശുദ്ധപ്പെടുത്താനുള്ള വഴിയേതു നബിയേ? ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു രണ്ട് കാര്യമുണ്ട്. ഒന്ന് ദിക്റുൽ മൗതി, ഒന്ന് തിലാവത്തുൽ ഖുർആൻ. ആയാതു ഹഖ്ഖിൻ മിന റഹ്മാനി മുഹദ്ദസത്തുൻ ഖദീമത്തുൻ സിഫാത്തുൽ മൗസൂഫി ബിൽ ഖിദാമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യം തഖ്തരിം ബിസമാനിൻ വഹിയ തുഖ്ബിറുനാ അനിൽ മആദി വഅൻ അദിൻ വഅൻ നിറാമി മൗലായ സ്വല്ലി വസല്ലിം അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. രണ്ട് കാര്യം കൊണ്ട് ഹൃദയം നന്നാവാ. ഒന്ന് ഖുർആനോദാ, ഒന്ന് ദിക്റുൽ മൗതി. ഞാൻ മരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുക. അതെപ്പോഴും ഇങ്ങനെ ചിന്തിക്കും. കുറച്ചോനെ മരിക്കുമല്ലോ റബ്ബേ. ആ ചിന്ത ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ആ ചിന്ത ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. മുഅ്മിനീങ്ങളെ വളരെ വളരെ ചിന്തിക്കണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ച് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും രേഖപ്പെടുത്തിയ ഹദീസിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ ഖബറിൽ കൊണ്ടുപോയി കിടത്തിയാൽ ചോദ്യം കഴിഞ്ഞാലോ അവന് നല്ലവനാണ് എങ്കിൽ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? ആ സ്വർഗത്തിന്റെ മനോഹാരിതയിലേക്ക് നോക്കിക്കിടക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മോശപ്പെട്ടവനാണെങ്കിലോ അവന് വലിയ ദണ്ഡനം ലഭിക്കും, ശിക്ഷ ലഭിക്കും.
അതോടുകൂടെ തന്നെ അവൻ ഫയൻളുറു ഇലന്നാരി വഇലാ മഖഅദിഹി മിനന്നാർ ഖാല റസൂലുള്ളാഹി, ഇവിടെ അവൻ ശിക്ഷ കൊള്ളും, അപ്പോൾ തന്നെ നരകത്തിൽ അവന്റെ സ്ഥലം നോക്കി കിടക്കും. മനസ്സിലായില്ല? എങ്ങനെ 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 ഈ ശിക്ഷ ഏൽക്കുമ്പോൾ തന്നെ അവൻ ഒരു വാതിൽ തുറന്നു കൊടുക്കും ഖബറിൽ നിന്ന്. അപ്പോൾ മനസ്സിലാവണില്ല നിങ്ങൾക്ക്? പറഞ്ഞു നമ്മൾ പരിശോധിച്ചാൽ കാണൂല. ഖബറിൽ നിന്നൊരു വാതിൽ തുറന്നു കൊടുക്കും. നേരെ അവൻ എന്ത് ചെയ്യും? പിന്നെ അവന്റെ നരകത്തിലേക്കും വഇലാ മഖഅദിഹി മിനന്നാർ, നരകത്തിൽ അവന്റെ ഇരിപ്പിടം നോക്കി അങ്ങനെ കിടക്കും. ഇലാ യൗമിൽ ഖിയാമ. പടച്ചോനെ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഫയുഖാലു ലഹു, ഓരോ ദണ്ഡനത്തിലും അവനോട് പറയുകയും ചെയ്യും, ഹറാമഖഅദുക, എടാ ഈ കാണുന്നതാണ് നിന്റെ ഇരിപ്പിടം നാളെ. അവനോട് പറയുകയും ചെയ്യും. കാരണം സുന്ദരമായ ഒരു ജീവിതം നൽകി, ആരോഗ്യം നൽകി, ആയുസ് നൽകി, വേറുള്ളവർക്ക് വേണ്ടി നന്മയിൽ ചെലവഴിക്കാൻ വേണ്ടിയുള്ള സൗകര്യം നൽകി. എന്നാലോ കൂട്ടത്തിൽ പറയട്ടെ, ഇതൊന്നും അവൻ നല്ല രൂപത്തിൽ ചെലവാക്കിയില്ല, നല്ലതിന് കഴിഞ്ഞില്ല. പറഞ്ഞല്ലോ ഇവിടെ നല്ല പാട്ട് പാടി ജീവിതം മുഴുവനും, എന്തൊരു മനുഷ്യൻ, ആയുസ് കിട്ടിയത് മുഴുവനും നന്മയിൽ ചെലവഴിച്ചു. കവിതകൾ ഉണ്ടാക്കാനുള്ള മഹത്തായ കഴിവുകൊണ്ട് ആ മനുഷ്യൻ എന്തു ചെയ്തു? മനോഹരമായ കവിതയുണ്ടാക്കി, എന്നിട്ട് ഉമ്മത്തിന് സമർപ്പിച്ചു. സത്യത്തിൽ തഴവയെന്നും മലയാളമുള്ള കാലം അത്രയും മരിച്ചു പോകൂല. മലയാളമുള്ള കാലത്ത് മരിക്കില്ല. പക്ഷെ എന്ത് വേണം? ഇടക്കിടക്ക് ദാഴികൾ ഈ കാര്യം ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അതും വേണം പറയാ. എല്ലാവരും സൗകര്യപ്പെട്ട അടുത്ത സമയത്ത് തന്നെ തഴവയുടെ സമ്പൂർണ്ണ കൃതികൾ ഒന്ന് വായിക്കാൻ കുട്ടികൾ കൊണ്ട് കൊടുക്കിയത്, മസാലകൾ കൃത്യ കിതാബ് എന്തൊക്കെ ഇപ്പൊ പറഞ്ഞത്, മസാല, നിയമം, കിതാബ് ഒക്കെ പറഞ്ഞു. കവിതക്ക് സ്വഭാവം ഉണ്ടല്ലോ, ഏത് ബുദ്ധിമുട്ടുള്ള നിയമം കവിതയിലൂടെ മനോഹരമായി കണ്ടാൽ സലാം കൊണ്ടാണോ മിന്തൽ വേണ്ടത് എന്നുള്ളതാണ് നബി തങ്ങളിൽ നിന്നുള്ളത്. മിണ്ടിക്കഴിഞ്ഞു, ആദ്യം ഒരു വർത്താനം പറഞ്ഞിട്ട് പിന്നെ സലാം ആകരുത്. മിണ്ടിക്കഴിഞ്ഞു സലാം പറഞ്ഞാൽ പിന്നെ അസ്ഥാനത്താണെന്നാണ് തുഹഫയിലുള്ളത്. അതെവിടെ പറഞ്ഞു? ഏത് കിതാബിലുണ്ട്? അതും പറഞ്ഞു. എല്ലാം പറഞ്ഞു. അങ്ങനുണ്ട്. മലയാളമുള്ള കാലത്ത് അവര് മരിക്കുകയില്ല. എപ്പോൾ മരിക്കും? പ്രബോധകന്മാർക്ക് ബോധം നഷ്ടപ്പെട്ടാൽ മരിക്കും. അതും പറയണമല്ലോ, അതും പറയണം. പ്രബോധകന്മാർ ബോധം കൊടുക്കണം ജനങ്ങൾക്ക്. പ്രബോധകന്മാര്, കാരണം ഈ വരികളൊന്നും വായിച്ചാൽ കരയാത്ത മനുഷ്യരുണ്ടാവില്ല. പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞല്ലോ, മനുഷ്യന്റെ ഹൃദയം കല്ലിനേക്കാൾ കടുത്തുപോയി. ഏത് കല്ലിനെയും അള്ളാഹുവിനെ പൊട്ടിക്കുന്ന നിയമങ്ങളില്ലേ മനുഷ്യരെ? തന്നെ നരകത്തിലിടുമെന്ന് പറഞ്ഞപ്പോൾ കല്ലൊക്കെ കരഞ്ഞ സംഭവം ഇന്നലെ എന്നാ പറഞ്ഞത്? ഇന്നലെ തന്നെയല്ലേ പറഞ്ഞത്? നിന്നെ നരകത്തിലിടുമെന്ന് അള്ളാഹു അറിയിച്ചപ്പോൾ കരഞ്ഞില്ലേ? പൊട്ടിക്കരഞ്ഞില്ലേ? ആര്? കല്ല് കരഞ്ഞു, കല്ല് കരഞ്ഞു. എല്ലാ വൈകുന്നേരങ്ങളിലും അവസാനത്തെ സദസ് ഉമർ ബിൻ ഖത്താബിന്റെ, ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ വീട്ടിൽ മരണ സദസ്സായിരുന്നു. എല്ലാ രാജഭരണങ്ങളും അറബ് ലോകം അടക്കി ഭരിച്ച നീതിമാനായ ഭരണാധികാരിയാണ് രണ്ടാം ഉമർ എന്ന് പേരുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വീട്ടിൽ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ വീട്ടിൽ ഒരു ദിവസം, അവിടുത്തെ വീട്ടിൽ ഭരണാധികാരി എന്ന വീട് എന്ന് പറഞ്ഞതാണ്, കൊട്ടാരമല്ല, വളരെ നിസ്സാരമായ വീട്ടിലായിരുന്നു പാർത്തിയിരുന്നത്. അറബ് ലോകം അടക്കി ഭരിച്ച ചക്രവർത്തി ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ്. എന്നിട്ടോ എല്ലാ ദിവസവും വീട്ടിലെ അവസാനത്തെ പരിപാടി പണ്ഡിതന്മാരും കൂടിയിരുന്നിട്ട് എന്ത് ചെയ്യുക? മരണത്തെ പറ്റി പറയുക. ആ സദസ്സിൽ ധാരാളം ആളുകൾ പങ്കെടുക്കും. കരഞ്ഞ് കരഞ്ഞ് വീഴും. മിക്കവാറും ബോധരഹിതനായി വീഴലാണ് ഭരണാധികാരി. അങ്ങനെയാണ് ഉറങ്ങുക. ബോധരഹിതനായി അങ്ങോട്ട് വീഴും ഭരണാധികാരി. എന്നിട്ട് സുബഹിന്റെ മുമ്പ് എണീക്കും. അതായിരുന്നു പതിവ്. ആര്? സയ്യിദുനാ ഉമർ ബിൻ അബ്ദുൽ അസീസ്. സ്വന്തം കാര്യം പറഞ്ഞാൽ വേദനയാവാത്ത മനുഷ്യരുണ്ടോ? പക്ഷേ വേദനിപ്പിക്കുന്ന വാക്ക് പറയണം. അതിവിടെ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു വെച്ചിട്ടുണ്ട്, പ്രബോധകന്മാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്റെ പ്രബോധകന്മാരോട്, എന്റെ കൊച്ചനുജന്മാരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ മഹല്ലുകളിലും
വീടുകളിൽ ഈ ഒരു കൃതി എത്തിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് കുട്ടികളെ കയ്യിൽ പറഞ്ഞല്ലോ, ഇന്നലെ നമ്മൾ കമ്പ്യൂട്ടറിന്റെയും ബ്ലൂടൂത്തിന്റെയും വഴിയായി ഏതൊരു വീട്ടിൽ പോയാലും കടയിൽ കയറിയാലും ഒരു മൊബൈൽ അങ്ങോട്ട് കൊടുത്താൽ 3 മണിക്കൂർ 4 മണിക്കൂർ ഇരുന്നിട്ട് ബ്ലൂ ഫിലിം കാണാനുള്ള ബ്ലൂ ഫിലിം 10 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് സ്റ്റോർ ചെയ്ത് തരും. 50 റുപ്യക്ക് 4 മണിക്കൂർ ബ്ലൂ ഫിലിം കാണാം. സൗകര്യം. ഏത് ഇന്റർനെറ്റ് കഫേയിലോ മറ്റോ കയറിയാലും മൊബൈൽ അങ്ങോട്ട് കൊടുത്താൽ സ്റ്റോർ ചെയ്ത് തരും. 4 മണിക്കൂർ ബ്ലൂ ഫിലിം കാണാൻ സൗകര്യം. ഈ മക്കൾ എങ്ങനെ നന്നാവുക? ഈ മക്കൾ നന്നാകണമെങ്കിൽ പാറയെ കരയിപ്പിച്ച വിജ്ഞാനം അവരെ കയ്യിലേക്ക് കൊടുക്കണം. പാറയെ കരയിപ്പിച്ച വിജ്ഞാനം കൊടുക്കണം. പാറ കരഞ്ഞത് നരകത്തെ പറ്റി പറഞ്ഞപ്പോഴാ മനസ്സിലാവും. പാറ കരഞ്ഞത് കേവലം വിജ്ഞാനം കൊടുത്ത കാര്യമില്ല, വളരെ ചിന്തിക്കണം. പാറ കരഞ്ഞത് നരകത്തെ പറ്റി പറഞ്ഞപ്പോഴാ പാറ അതിന്റെ മഹാബ് ആലോചിച്ച് കരഞ്ഞു പോയി എന്ന് ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ ഈസാ. നിങ്ങൾ ചിന്തിക്കുക. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ എല്ലാവർക്കും ഈ വിഷമൊന്നുണ്ടാവില്ല. അശ്ഹദാ, ഇനി നിങ്ങൾ കേട്ടോ, നന്മക്ക് വേണ്ടി ചെലവഴിച്ച ആളുകൾ ശുഹദാക്കൾക്ക് വലിയ സ്ഥാനം ലഭിക്കും. അവർക്ക് ബേജാറൊന്നും ഉണ്ടാവില്ല. ശുഹദാക്കളുടെ പദവിയിലുള്ള ആളുകൾക്കും അല്ലാഹു ഇൽഹാം നൽകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 12 കൊല്ലം ഒരാൾ ബാങ്ക് കൊടുത്താൽ അയാൾക്ക് ഖബർ സ്വർഗം പോലെ വിശാലമാകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സലാമുല്ലാഹി അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹി സലാമുല്ലാഹി അലാ യാസീൻ ഹബീബില്ലാഹ്. എന്താ പറഞ്ഞത്? 12 കൊല്ലം അള്ളാന്റെ വജ്ഹിന് വേണ്ടി 12 കൊല്ലം ബാങ്ക് കൊടുത്താൽ 12 കൊല്ലം അള്ളാന്റെ വജ്ഹ് ശമ്പളം വാങ്ങിക്കോട്ടെ, പക്ഷെ ബാങ്ക് കൊടുത്തത് ആർക്ക് വേണ്ടിയാകണം? യുദ്ധക്കളത്തിലും രാജഭരണത്തിലും എന്നെ ആവശ്യമില്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീന പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഉമർ. അതല്ലേ പറഞ്ഞത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്, അവരുടെ ഖബറിലൊന്നും ഉണ്ടാവില്ല, അവർക്കൊന്നും പറ്റില്ല, അവരെ പുഴുതുന്നുകയില്ല. ചില സ്ഥലങ്ങളിൽ, ധാരാളം സ്ഥലങ്ങളിൽ അനുഭവമുണ്ടല്ലോ. എത്രയെത്രയോ സ്ഥലങ്ങളിൽ പുഴുതുന്നാത്ത അനുഭവങ്ങളുണ്ട്. അന്ന മുആവിയ ലമ്മ അജ്റൽ ഐനല്ലത്തി അജ്റൽ ഐന ഫിൽ മദീന ഫി വസത്തിൽ മഖ്ബറ. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മദീനയുടെ മഖ്ബറയുടെ നടുവിലൂടെ ഒരു വെള്ളച്ചാൽ കൊണ്ടുപോകേണ്ട അവസ്ഥ സാഹചര്യം വന്നു. അപ്പോൾ പിന്നെ ദ്രവിച്ചു പോയ ഖബറിന്റെ അവിടെയൊക്കെ ചെറിയ വ്യത്യാസപ്പെടുത്തി ഈ വെള്ളക്കനാൽ കൊണ്ടുപോകാനുള്ള സൗകര്യപ്പെടുത്താൻ ഭരണാധികാരിയായ മുആവിയ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു. ഈ വിഷയം അദാബുൽ ഖബറിൽ ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദാബുൽ ഖബറിൽ ഈ സംഭവം ഖുർത്തുബിയിലുണ്ട്, തദ്കിറയിലുമുണ്ട്. ഈ സംഭവം ഖുർത്തുബി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വന്നാസു അമറന്നാസ ബിതഹ്വീലി മൗതാവും. മരിച്ചു കിടക്കുന്ന ഖബറിനെ കൊണ്ട് വ്യത്യാസപ്പെടുത്തി ആ ഖബറിലുള്ള അതൊക്കെ ഒന്ന് മാറ്റി, എല്ലോ മറ്റുണ്ടെങ്കിലൊക്കെ ഒന്ന് വേറെ അങ്ങോട്ട് മാറ്റി, ദ്രവിച്ചത് പോയതൊക്കെ വ്യത്യാസപ്പെടുത്തി ആ ഭാഗത്തൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. നോക്കൂ, അങ്ങനെ മരണപ്പെട്ട് മറവ് ചെയ്തിട്ട് കുറെ കൊല്ലങ്ങളായിരുന്നു. എന്നല്ല ബിനഹ്വി 50 ആമാ. ആ ഭാഗത്ത് മറവ് ചെയ്തിട്ട് ഏകദേശം 50 കൊല്ലങ്ങളായിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കൽപ്പന ബഹുമാനപ്പെട്ടവർ കൊടുത്തത്. എന്നാൽ ഫവജദു അലാ ഹാലിം, എല്ലാവർക്കും എങ്ങനെയാണോ മണ്ണിൽ വെച്ചത് ഫവജദു അലാ ഹാലിം, എങ്ങനെയാണോ മണ്ണിൽ വെച്ചത് അങ്ങനെയാണ് എല്ലാവരും. അവസാനം ആ സംരംഭം ഉപേക്ഷിച്ചു. ആരെ? സയ്യിദ്നാ മുആവിയ. മനസ്സിലായോ നിങ്ങൾക്ക്? ചിന്തിക്കണം. എവിടെ? ബഹുമാനപ്പെട്ട ബഖീഉൽ ഗർഖദ്, ബഹുമാനപ്പെട്ട ജന്നത്തുൽ ബഖീനെ കളക്കാൻ കഴിഞ്ഞില്ല. ജന്നത്തുൽ ബഖീൽ ഫവജദു അലാ ഹാലിഹിം. ഏതൊരവസ്ഥയിലാണോ മറവ് ചെയ്തത് ആ അവസ്ഥയിലായിരുന്നു സ്വഹാബത്തിന്റെ രീതി എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ മുആവിയ തങ്ങളെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് അദാബുൽ ഖബറിലും തദ്കിറയിലും പറയുന്നുണ്ട്. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ. അംബിയാക്കന്മാരുടെ ശരീരം കഴിക്കരുത് എന്നല്ലാഹു ഭൂമിയോട് പറഞ്ഞിരിക്കുന്നു.
സിദ്ദീഖീങ്ങൾക്കും ഈ സ്ഥാനമുള്ളത് എന്ന് ഫുഖഹാക്കൾ മുഹദ്ദിഥീങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ജാബിർ, മഹാനായ സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു തന്റെ ബാപ്പയെ 6 മാസം കഴിഞ്ഞിട്ട് മറവ് ചെയ്തു വെച്ച സ്ഥലത്ത് വെച്ച് മറവ് ചെയ്ത സ്ഥലത്ത് നിന്ന് മാറ്റിക്കിടത്താൻ വേണ്ടി, മാറ്റി മറവ് ചെയ്യാൻ വേണ്ടി 6 മാസം കഴിഞ്ഞ് ചെന്ന ഒരു സംഭവം ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരി പറയുന്നുണ്ട്. ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് ഏകദേശം 6 മാസം കഴിഞ്ഞിട്ട് മാറ്റാൻ വേണ്ടി ചെന്നു മഹാനായ സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു. 6 മാസം കഴിഞ്ഞ് ചെന്നപ്പോൾ സ്വന്തം ബാപ്പയായ അബ്ദുള്ള എങ്ങനെയാണോ മറവ് ചെയ്തത് അങ്ങനെ കിടക്കുന്നു. സ്വഹീഹുൽ ബുഖാരി. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. അങ്ങനെയുള്ള ചില മനുഷ്യരുണ്ട്. 2 അവസ്ഥകൾ വിശുദ്ധമായ ഹദീസ് വിശദീകരിക്കുന്നുണ്ട്. മരിച്ചുപോയ മനുഷ്യരുടെ ഖബർ ജീവിതത്തിൽ, ബർസഖിയ ജീവിതത്തിൽ ശ്രദ്ധിക്കുക നിങ്ങൾ. 2 അവസ്ഥ. ആ 2 അവസ്ഥയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇസ്രായിന്റെ രാത്രി പറഞ്ഞിട്ടുള്ള ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ പറഞ്ഞത്? ഇസ്രായിന്റെ രാത്രി പറഞ്ഞിട്ടുള്ള ഹദീസിൽ കാണുന്ന ഏകദേശ വിഷയമെല്ലാം എന്താണ്? ബർസഖിയായ അദാബും നഈമുമാണ്. ചിന്തിക്കണം. നോക്കൂ നിങ്ങൾ. ബൈഹഖി രേഖപ്പെട്ട ഒരു ഹദീസ് ഓതാം. ഖബർ ജീവിത കാലഘട്ടം എങ്ങനെയായിരിക്കും? ഖബറിന്റെ ഉള്ളിൽ ഇതൊക്കെ അങ്ങോട്ട് പോകും, ഇതൊക്കെ അങ്ങോട്ട് കിടക്കും, മണ്ണിലേക്ക് ലയിക്കും. പക്ഷേ എന്തിലേക്കില്ല? റൂഹ് ശരീരം മണ്ണിലേക്ക് ലയിക്കും. എന്നാൽ മണ്ണിൽ ലയിച്ച ശരീരത്തിനും ശിക്ഷയേൽക്കേണ്ടി വരും. അതെങ്ങനെ? അല്ലാഹു അഅലം. എന്നാൽ റൂഹിന് ശിക്ഷയും, റൂഹിന് വ്യത്യാസം വരാതെ ശിക്ഷയും രക്ഷയും ഉറപ്പ്. മണ്ണിൽ പോയ ശരീരത്തിനും ശിക്ഷയേൽക്കേണ്ടി വരും. അതെങ്ങനെ മണ്ണിൽ പോയിട്ടുണ്ടാകും? ചിലപ്പോൾ അത് മറ്റെന്തെങ്കിലും സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ടാകും, മലവെള്ളം അതിനെ ഒലിപ്പിച്ചിട്ടുണ്ടാകും. എന്നാലും അയാളുടെ ശരീരമായ വസ്തുക്കൾക്ക് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഖയ്യിം തന്റെ കിതാബ് റൂഹിൽ പറയുന്നുണ്ട്, ഖബറിൻ ആ ശരീരത്തിന്റെ ഭാഗങ്ങൾക്കും വേദനയുടെയും ശിക്ഷയുടെയും ഭാഗങ്ങൾ ഉണ്ടാകും. യാതൊരു വ്യത്യാസവുമില്ലാതെ ശിക്ഷയേൽക്കേണ്ടി വരും. ആര്? റൂഹ്. യസ്അലൂനക അനി റൂഹ് ഖുൽ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. റൂഹിന് പ്രത്യേകമായ ഒരു കഴിവുണ്ട്. റൂഹിനൊരു വ്യത്യാസം ഉണ്ടാവില്ല. അല്ലെങ്കിലും മരണം എന്നാൽ റൂഹ് മരിക്കുകയില്ല, ആത്മാവ് മരിക്കുന്നില്ല. ആത്മാവിന് മരണമില്ല, ആത്മാവിനല്ല. ശരീരം ആത്മാവുമായി മാറുന്നതിനാണ് എന്ത് പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കണില്ലേ? റൂഹിനെ കൊല്ലുന്നില്ല. റൂഹ് വന്നിരിക്കൽ എവിടെ പോകും? കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലീൻ വമാ അദ്റാക മാ ഇല്ലീൻ കിതാബും മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ. ഒന്നിരിക്കൽ ഇല്ലീനിൽ പോകും, അല്ലെങ്കിൽ സിജ്ജിനിലേക്ക് എറിയപ്പെടും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ. അപ്പോൾ ആ ഒരു കാലഘട്ടം ആലമുൽ ബർസഖ്, ആ കാലഘട്ടം ശിക്ഷ ഉണ്ടാവും, രക്ഷ ഉണ്ടാവും. ഹബീബായ റസൂൽ പറഞ്ഞു, നോക്കൂ, ലൈലത ഉസ്രിയ ബി മറർനാ ബി ഖൗമിൻ. കേട്ടോളൂ. നോക്കൂ, കേട്ടോളൂ. ലൈലത ഉസ്രിയ ബി, എന്നെ ഇസ്രായേലിന് കൊണ്ടുപോയ രാത്രി, മറർനാ ബി ഖൗമിൻ, ഒരു ജനങ്ങളുടെ അരികിലൂടെ ഞാൻ നടന്നു. യസ്റഊന ഫീ യൗമിൻ വയഹ്സുദൂന ഫീ യൗമിൻ, അവർ ഒരു ദിവസം തന്നെ വിളയിടുകയും അന്ന് തന്നെ കൊയ്യുകയും, അന്ന് തന്നെ വിളയിടുകയും, അന്ന് തന്നെ കൊയ്യുകയും, അന്ന് തന്നെ വിളയിടുകയും, അന്ന് തന്നെ കൊയ്യുകയും ചെയ്യുന്നത് കണ്ടു. ഒരു വിഭാഗം ആളുകളുണ്ട്, വിളയിട്ട ദിവസം തന്നെ
വലിയ അത്ഭുതം പറയാ. വിളയിട്ട ദിവസം തന്നെ ഒരു വിഭാഗം ആളുകൾ കൊയ്യുന്നുണ്ട്. ഇവരെ കണ്ടപ്പോൾ ഞാൻ സയ്യിദുനാ ജിബ്രീലിനോട് ചോദിച്ചു, മാ ഹൗലാഇ യാ ജിബ്രായീൽ. അപ്പോൾ പറഞ്ഞു, വഹുമുൽ മുഹാജിറൂന വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ. ഈ ഹദീസ് ബൈഹഖി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. ഒരു ദിവസം വെള്ളട്ട് അന്ന് തന്നെ കൊയ്യുക. തുദാഅഫു ലഹുമുൽ ഹസനാ, അതായത് അവർ ഈ ദുനിയാവിൽ ചെയ്തിട്ടുള്ള ഇരട്ടിയായ പ്രതിഫലങ്ങൾക്കുള്ള ലാഭത്തെ ആലമുൽ ബർസഖിൽ ആനന്ദിക്കുന്ന ഒരു മഹാകൃഷിയിടത്തിലാണ് അവരുള്ളത്. മനസ്സിലാവുന്നില്ല? കൃഷിയിടത്തിലുണ്ടാവും, ചിലപ്പോൾ എവിടെ ഉണ്ടാവും? തോട്ടത്തിലുണ്ടാവും, ചിലപ്പോൾ എന്തുണ്ടാകും? ചിലപ്പോൾ സ്വർഗത്തിൽ പാറിക്കളക്കും. ഹംസ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന സംഭവം ഹബീബായ നബി പറഞ്ഞു. മാത്രമല്ല ജഅഫർ ബിൻ അബി ത്വാലിബ്, ജഅഫർ ബിൻ അബി ത്വാലിബ് മുഅ്തദ് രണാങ്കണത്തിൽ മരിച്ചുപോയ ജഅഫർ ബിൻ അബി ത്വാലിബ്, ജഅഫർ റളിയല്ലാഹു അൻഹു, ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ പാറിക്കളിക്കുന്നുണ്ട് എന്ന് തന്റെ ഭാര്യയോട് പറഞ്ഞ് സന്തോഷിച്ച പെണ്ണ് മടങ്ങിപ്പോയി എന്ന് ബഹുമാനപ്പെട്ട ഹബീബ റസൂലുള്ളാഹിന്റെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ചിന്തിക്കണം, മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അവർക്ക് സ്വർഗത്തിലുണ്ടാവും. അവരതുപോലെ തന്നെ ഉന്നതമായ സ്ഥലങ്ങളിൽ ഉണ്ടാകും. ഇനി അവർക്ക് ഭൂമിയിൽ വരാം ഉന്നതന്മാരാണെങ്കിൽ. ചിലപ്പോൾ രാത്രിയിൽ ഞാൻ മഹാന്മാരെ കാണാറുണ്ട്. ആര് പറയാ? എഴുതിയിട്ടുള്ള ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. നമ്മൾ കാണൂല. നമ്മളെ കൂടെ ഉള്ള ആളുകൾ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോന്ന് വരെ നമ്മൾ കാണൂല. നമ്മളെ കൂടെ ഉള്ളവരെ നമ്മൾ കാണൂല. നേരെ മറിച്ച് രാത്രി ഞാൻ മിക്കവാറും കാണാറുണ്ട് റസൂല. ആരെ? ഹബീബായ നബിയെ സലാമുല്ലാ. ഞാൻ ഹബീബായ നബിയെ കാണാറുണ്ട്. സുദ്ദീഖിനെ കാണാറുണ്ട്. വൽ ഫാറൂഖിനെ കാണാറുണ്ട്. അവരിങ്ങനെ ചുറ്റി നടക്കാറുണ്ട്. തദ്ബീർ ഇങ്ങനെ ചെയ്യുക. ആ കൂട്ടത്തിൽ അവരെ സഹായിക്കുകയും ചെയ്യാം. അള്ളാഹു തദ്ബീറിൽ അവരെ ഉൾപ്പെടുത്തിയാൽ സഹായിക്കാം ഒക്കെ ചെയ്യാം. ഞാൻ വിശദമായി പറയുന്നു. പ്രേതം എന്നൊരു സംഗതിയില്ല, അത് ശൈത്താനാകുന്നു. പ്രേതമെന്ന ഉപദ്രവകാരിയായ ഒരു കാര്യത്തെ പേടിക്കേണ്ടതില്ല. പ്രേതമില്ല. എന്നാൽ പ്രേതം, ഒരാളുടെ പേരിൽ പ്രേതം വരുമെന്ന് പറയുന്നത് വരാൻ പറ്റത് അയാളല്ല. പകരം എന്താണ്? അയാളുടെ പേരിൽ ശൈത്താൻ, അയാളെ പരിചയമുള്ള ശൈത്താൻ, അയാളെ പരിചയമുള്ള ആരുണ്ട്?